thankful to the Honorable Chief Minister and Government of Kerala for having given me this opportunity to serve the people of Kerala. Here, as you all know, Kerala Police is a very professional police force which has been doing a wonderful job. And my predecessors and my colleagues have been doing a great job here. We would like to continue the same trend. Kerala Police per se has been concentrating on the main key areas of focus will be definitely the anti-drug bribe. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം ഒരു പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും. അത് നടക്കുന്നുണ്ടും അതിന് കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ ക്രമസമാധാന പാലനത്തിൽ കൂടെ കേരള പോലീസ് വളരെ മുന്നോട്ടുണ്ട്. നമ്മുടെ ഈ ആന്റി ഗുണ്ട സ്ക്വാഡ്സും പിന്നെ അവരുടെ പ്രവർത്തനം മെച്ചമാക്കിയിട്ട് നമ്മൾ ക്രമസമാധാനത്തിന് ശക്തിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. And we also would like to maintain the communal harmony by being a very proactive police force and by liaising with the community, by involving the community. We will like to do maintain the communal harmony in the society. Yeah. Secondly, the cyber crimes is one area where which is being impacting almost all the sections of society. അതിനെ കൂടെ നേരിടാൻ വേണ്ടിയുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കും. അതിൽ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള നടപടി എടുത്തിട്ട് സൈബർ ക്രൈമിലെ ഉള്ള അവരുടെ ആളുകളിനെ ശക്തിയായിട്ട് നേരിടണം. അറ്റ് ദ സെയിം ടൈം ജനങ്ങൾക്ക് ഒരു സുരക്ഷ സൈബർ അപരാധികളിൽ నుండి ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ ഭാഗത്തുണ്ടാവും. Finally, the behavioral toward the public, as you are all aware, Kerala Police is generally known to be a very cordial and well-mannered police force. We will try and improve further our soft skills and see that we do the best service to the public, mainly the common man. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടിയും അവർക്ക് നീതി കിട്ടാനുള്ള ഒരു ഭാഗം ഞങ്ങളുടെ ഭാഗത്തു വേണ്ടി ശ്രമം ഉണ്ടാവും. There are a few things which I would like to add from at the outset. ഇത് വളരെ ഹാപ്പി ആയിട്ട് മൂവ്മെന്റ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി ചാലഞ്ചിങ് ജോബാണ്. ഇതിൽ എൻ്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടും പിന്നെ ജനങ്ങളുടെ സഹായത്തോടും നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓർപ്പുണ്ട്. As I'm today, these are the main challenges, definitely. ബാക്കിയുള്ളതെല്ലാം പോലീസിംഗ് ഈസ് എ വെരി ഡൈനമിക് ജോബാണ്. അതിനൊപ്പം വരുന്ന പ്രകാരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുന്നത് മയക്കുമരുന്ന് തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ അതില് നമ്മൾ ഒരെണ്ണ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിന് റിവ്യൂ ചെയ്തിട്ട് ശക്തമായിട്ട് മുന്നിൽ കൊണ്ടുപോകണം. അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യേക ശ്രമം ഉണ്ടാവും. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും ഫാമിലി പാർട്ടിസിപ്പേഷനും ഉൾപ്പെട്ടിട്ട് എങ്ങനെ നമ്മൾ അവയർനെസ് കൂട്ടുക, ഈ മയക്കുമരുന്നിനെ ഉപയോഗത്തിന് കുറയ്ക്കാനുള്ള പ്രിവെന്റ് ചെയ്യാനുള്ളത് ചെയ്യുക. Then along with that, very strong action against those who are indulging in the perpetrators, basically any peddlers and others will be definitely handled with. മനസ്സിലായില്ലെന്ന് അല്ല, അത് നമ്മളൊക്കെ ആക്ച്വലി അൺഡൗട്ടഡ്ലി ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു ശക്തമായ നടപടി ഉണ്ടാവും. അത് നമ്മൾ നോക്കിയിട്ട് വിൽ ഗോ ഹെഡ് ജസ്റ്റ് ചാർജ് അതിനെ മുന്നോട്ട് പോകുന്നത്. റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പ്രശ്നം പറയുന്നത് അല്ല ഈ പൊതുവെ ഈ കേരളത്തിലല്ല പൊതുവെ ഡ്രഗ്സിന്റെ പ്രഭാവം നമുക്ക് ദേശമൊത്തും കാണുന്നതാണ്. പല സംസ്ഥാനങ്ങളിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇതിന്റെ എഫക്ട് യു കുഡ് സി മോസ്റ്റ് ഓഫ് സെക്ഷൻസ് ഹാവ് ബീൻ എഫക്റ്റഡ്. സ്കൂൾസ്, കോളേജസ്, യുവാക്കളും പിന്നെ മറ്റേ അന്യ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ബീങ് എഫക്റ്റഡ്. തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിലേക്ക്. സർ, ഈ പോലീസ് ഭയങ്കര സൗഹാർദ്ദപരമായി പെരുമാറുന്നു എന്ന് പറയുമ്പോഴും ചില മേഖലകളിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ ആളുകൾക്ക് ദുരനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു, കൂടുതൽ വാർത്തകൾ ഇങ്ങനെ വരികയും ചെയ്യുന്ന സാഹചര്യം, അത് ഒഴിവാക്കാൻ ഈ തരത്തിലുള്ള ഇടപെടലായിരിക്കും. രണ്ട് കാര്യങ്ങൾ ചെയ്യാം. അതിൽ ഒരെണ്ണം നമ്മൾ പരിശീലനം, പിന്നെ ശിക്ഷണ കൂട്ടുക, പിന്നെ ഏതെങ്കിലും അങ്ങനെ മോശമായിട്ട് പെരുമാറ്റമുണ്ടെങ്കിൽ അതിനെ തക്കതായ നടപടിയെടുക്കുക. രണ്ടും ചെയ്യണമാണ്. സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം നമ്മൾ ഒരു സ്ട്രോങ്ങിൽ കൊണ്ടുപോകുന്നതാണ്. സ്ത്രീകൾക്കെതിരായ എനി ക്രൈം എഗൈൻസ്റ്റ് വുമൻ ഈസ് എ വെരി സീരിയസ് മാറ്റർ. അത് നമ്മൾ ശക്തമായിട്ട് ആക്ഷൻ എടുക്കുന്നതാണ്. അത് വളരെ ദ്രുതമായി ഫാസ്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ നോക്കുന്ന അതിലേക്ക് ഒരു റിവ്യൂ ചെയ്തിട്ട് ആക്ഷൻ എടുക്കും. പോലീസിന്റെ കാക്കി യൂണിഫോമുള്ളത് ഇപ്പൊ സിനിമക്കാർക്ക് വിട്ടിട്ട് ഒരുപാട് നേട്ടങ്ങൾ പലരും കൊള്ളുന്നു. അതിൽ അനുഭവിച്ച ഒരു രീതിയിലാണ് ഞാൻ സാറേ. അന്ന് 2008-10-2021 ഞാൻ മുഖ്യമന്ത്രി കൊടുത്ത പരാതി ഒരു ഫോട്ടോ കൂടി കാണിച്ചിരുന്നു. 30 വർഷം കാക്കിയിട്ട് അനുഭവിച്ച ഒരുപാട് വേദനയോട് പറയാം. അത് നോക്കാം, തീർച്ചയായിട്ടും നോക്കാം. 3 വർഷം ഇത്ര 30 കൊല്ലം ഞാൻ അനുഭവിച്ച വേദന ഞാൻ മീഡിയന്റെ വക്തവാ. തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി വാ. തീർച്ചയായിട്ടും അത് ഞാൻ പരിശീലിക്കാം അതിന്. കാരണം അതിന്റെ സ്ട്രെസ്സും അങ്ങനെ കാര്യങ്ങളാണെങ്കിൽ അത് ഔദ്യോഗികപരമായിട്ട് ഇതിൽ ജോബ് പരമായ സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിൽ ഹൗ ഡു വി ഹാൻഡിൽ ഇറ്റ് നമ്മൾ ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ ഉപയോഗിച്ചിട്ട് നന്നാക്കി പറ്റുന്നത്. അതിനൊരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ അതിന് ക്രൈംബ്രാഞ്ചിലൊരു എക്കണോമിക് വിഭാഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രശ്നം ഇപ്പം ഈ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതും കൃത്യമായിട്ടുള്ള പലപ്പോഴും ഈ ഫിനാൻഷ്യൽ ഫ്രോഡിന്റെ കൃത്യമായി പ്രോസിക്യൂഷൻ നടന്നതിന് ശേഷം ശിക്ഷ വരുന്നില്ല. അതുകൊണ്ടാണ് അവർ പുറത്തിറങ്ങിയിട്ട് വീണ്ടും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ഈ ഫിനാൻഷ്യൽ ഫ്രോഡ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ തട്ടിപ്പുകളിലൂടെ പലപ്പോഴും സൈബറിലായാലും അല്ലാതെ അവിടെ ഈ ശിക്ഷിക്കപ്പെടാത്തൊരു പ്രശ്നമാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പർട്ടിക്കുലർ കേസുകൾ ഏതെങ്കിലും ഉണ്ടോ അതിലും നോക്കിയിട്ട് അത് അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും കൂടെ ശ്രദ്ധിച്ച് ചെയ്യിപ്പിക്കാനുള്ള ആവശ്യം നിർദ്ദേശിക്കുന്നത്. ശേഷം പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. എസ്പെഷ്യലി കണ്ണൂരിലെ പല സ്ഥലങ്ങളിൽ ഫസ്റ്റ് പ്രോഗ്രാം പങ്കെടുക്കാൻ പോകുന്നതെന്ന് സീനിയർ CPI സീനിയർ ഡിസ്കഷൻ പറയാതെ പറഞ്ഞിട്ടുണ്ട് പഴയ സംഭവങ്ങൾ. അപ്പം അതെങ്ങനെയാണ് സാറ് കാണുന്നത്? പോലീസ് മേധാവിയായി വരുമ്പോൾ I have no comments to offer on that one. Okay. Thank you very much. Thank you. Thanks for all your cooperation. Thank you. വാട ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയായിരുന്നു. കേരളത്തിൻ്റെ 41ാമത് പോലീസ് മേധാവിയായാണ് റവാഡ ചന്ദ്രശേഖർ IPS ചുമതലയേറ്റത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്. കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. തലശ്ശേരി ASP ആയി
സർവീസ് തുടങ്ങിയ അദ്ദേഹം ഇപ്പോൾ ഇതാ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇന്നലെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചുമതല ഒഴിഞ്ഞതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 7 മണിയോടെ അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തി ചുമതലകൾ ഏറ്റെടുത്തത്. അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ഡാൻ, പക്ഷെ അതിൽ ശ്രദ്ധിച്ചത് ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദം, ഒരു പരാതിക്കാരന്റെ ശബ്ദം കേൾക്കുകയുണ്ടായി. എങ്ങനെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി? അത് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് എന്ന സൂചനകളാണുള്ളത്. ആരാണ് എന്ന് കൃത്യമായ വിവരങ്ങളില്ല. പക്ഷേ വളരെ നാടകീയമായാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നതിനിടയിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനിടയിൽ അതിനിടയിൽ കയറി ഞങ്ങളുടെ വേദനകൾ കൂടി കാണാതെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് യാതനകളുടെ ഇരയാണ് ഞാനെന്ന് പറഞ്ഞ ചില പാംഫ്ലെറ്റുകളടക്കം സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരെ ഉയർത്തി കാണിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. തുടർന്ന് നാടകീയമായ ഒരു രംഗമായി അത് മാറുകയായിരുന്നു. തുടർന്ന് സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തെ ബലമായി ഇവിടെ നിന്ന് ഈ ഓഫീസ് കോൺഫറൻസ് റൂമിന് പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ അവിടെ നിന്നും അദ്ദേഹം വലിയ ശബ്ദം ഉയർത്തിക്കൊണ്ട് താൻ ഈ യാതനകളുടെ ഇരയാണ്, അത് ജനങ്ങൾ അറിയുക തന്നെ വേണമെന്ന് ഉറക്കെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇവിടുന്ന് പുറത്തേക്ക് നീക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ പരാതി എന്താണ് എന്ന് പരിശോധിക്കാം എന്ന് വാർത്താ സമ്മേളനത്തിനിടയിൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ളൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായതാണോ അതോ മാധ്യമപ്രവർത്തകരാണ് എന്ന് ചമ്മഞ്ഞ് ഇതിനകത്തേക്ക് അദ്ദേഹം കയറി വന്നതാണോ എന്ന കാര്യത്തിലൊരു വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ പോലീസ് നയം വ്യക്തമാക്കിയ ശേഷം ഇപ്പോൾ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഡാൻ, അദ്ദേഹത്തിന്റെ നയം എന്നത് സംസ്ഥാനം ഇപ്പോൾ പിന്തുടർന്നു വരുന്ന മയക്കുമരുന്നിനെതിരായ പോരാട്ടം തുടരുമെന്നതാണ്. നമ്മളിപ്പോൾ ആ നാടകീയമായ ആ മൊമെന്റിലേക്ക് ഒരിക്കൽ ഒരുപാട് നേട്ടങ്ങൾ പലരും വിളിക്കുന്നു. അതിൽ അനുഭവിച്ച ഒരു രീതിയാണ് ഞാൻ. അന്ന് 2008-10-2021 ഞാൻ മുഖ്യമന്ത്രി കൊണ്ട് വരാൻ ഞാൻ ഒരുപാട് കൂടി കണ്ടിട്ടുണ്ട്. 3 വർഷം കാക്കിയിട്ട് അനുഭവിച്ച ഒരുപാട് വേദനയോട് പറയാം. 3 വർഷം ഇത്ര കാലം 30 കൊല്ലം ഞാൻ അനുഭവിച്ച വേദന ഞാൻ മീഡിയന്റെ വക്തത ഇതിനൊരു മറുപടി ഇതാ. പിടിച്ചോളൂ